പേര് ഗിരീഷ് നമ്പൂതിരി എന്നാണ്. മൂലം നക്ഷത്രമാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ചരിത്ര പരമായിട്ടുള്ള ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. കാരണം ഇത്തരത്തില് ഈ 32 ഗണപതി വിവിധ ധ്യാനങ്ങളിലുള്ള ഇങ്ങനെയൊരു പൂജയും ഹവനവും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതംപ്രഥമമായിട്ടായിരിക്കും എന്ന് അനുമാനിക്കുന്നു. ഇതിനകത്തില് പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ സാക്ഷാൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നതിൽ സംശയമില്ല. ശ്രീമദ് ഭഗവത്ഗീതയിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകം ഓർക്കുകയാണ്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോധനുർധരാം. തീർച്ചയായിട്ടും ജ്ഞാന സ്വരൂപത്തിന്റെ പ്രതീകമായിട്ട് ഹരിയേട്ടനും ഒപ്പം അർജുനന്റെ പ്രതീകമായിട്ട് ആ കർമ്മത്തിന്റെ ക്രിയയുടെ പ്രതിരൂപമായിട്ട് ശ്രീരാമേട്ടനും ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കർമ്മം അവിടെ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞത്. ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഉദ്ദണ്ഡ ഗണപതി എന്ന് പറയുമ്പോൾ ദണ്ഡം ഉയർത്തിയ ഗണപതി എന്നാണ്, അല്ലെങ്കിൽ ആയുധം ഉയർത്തിയ ഗണപതി, ഭയാവഹനായിരിക്കുന്ന ഗണപതി എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ദണ്ഡം എന്ന് പറഞ്ഞാൽ ശിക്ഷയാണ്. ഇവിടെ ഈ ഗണപതി ദുഷ്ടന്മാരെയും തിന്മകളെയും ഒക്കെ ശിക്ഷിക്കുന്ന ഭാവത്തിലാണ് ഗണപതി ഇവിടെ ഇരിക്കുന്നത്. ഈ ഗണപതി ദുഷ്ടന്മാരെ മർദ്ദിക്കുകയും നശിപ്പിക്കുകയും ശോഷിപ്പിക്കുകയും ചെയ്യുന്ന ഗണപതിയാണ് എന്ന് അതിന്റെ മന്ത്രാർത്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഗണപതിയുടെ ധ്യാനത്തെ പറ്റിയിട്ട് സാമാന്യം വിശദമായിട്ട് തന്നെ മനോജേട്ടൻ പറഞ്ഞു. കൽഹാരാംബുജം, ബീജപൂരകം, ഗദ, ദന്തം, ഇക്ഷുജാവം, സുമം, മണികുംഭം, ശാലീകലശം, പാശം, ശ്രിണി, ചക്രകം ഇവയൊക്കെ പിടിച്ചുകൊണ്ട് ദേവിയാ സമാലിംഗനായിട്ട് ദേവിയെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഗണപതിയാണ് ഉദ്ദണ്ഡ ഗണപതി. ഈ ഉദ്ദണ്ഡ ഗണപതിയുടെ ഭവനത്തിലൂടെ പൂജയിലൂടെ എല്ലാ വിധത്തിലുള്ള ശത്രുതകളെയും നശിപ്പിക്കുവാൻ സാധിക്കും എന്നതാണ് എന്റെ പ്രത്യേകത. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ പ്രസാദ് ചൊവ്വല്ലൂർ, പൂജാപർണം ബാച്ച് 3 അംഗമാണ്. എൻ്റെ നാൾ ഉത്രാടമാണ്. ആയതിനാൽ മഹാഗണപതിയുടെ 16ാം ഭാവമായി കണക്കാക്കുന്ന ദുണ്ഡി ഗണപതിയെ പറ്റിയാണ് വിവരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യമായി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒത്തുചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സഹപാഠികൾക്കും ഗുരുനാഥൻ ശ്രീ എറാഞ്ചേരി ഹരിഗോവിന്ദേട്ടനും അതുപോലെ സച്ചിന്നുകൾക്ക് എപ്പോഴും വഴികാട്ടിയ എടക്കടിപ്പുറം ശ്രീരാമേട്ടനും ഇവിടെ സന്നിഹിതരായുള്ള മറ്റ് തന്ത്രി സമാജം അംഗങ്ങൾക്കും മാതാപിതാ ഗുരുക്കന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വിഷയത്തിലേക്ക് വരാം. സ്കന്ദപുരാണത്തിലെ കാശി സ്കന്ധത്തിൽ ഭഗവാൻ സുബ്രഹ്മണ്യൻ അഗസ്ത്യമുനിയോട് ദുണ്ഡി ഗണപതിയെ പറ്റി വർണ്ണിക്കുന്നതായി കാണുന്നു. ദുണ്ഡി ഗണപതിക്ക് കാശി വിശ്വനാഥ ക്ഷേത്രവുമായി വളരെയധികം അഭേദ്യമായ ബന്ധമുള്ളതായി മേൽപുരാണത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കാശിയിൽ ദുണ്ഡി ഗണപതിക്ക് ഒരു അമ്പലവും ഉള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഗണപതി ഭഗവാന്റെ 32 വിവിധ ഭാഗങ്ങളിൽ ദുണ്ഡി ഗണപതി ഭാവത്തിന് ഒരു പ്രത്യേക പ്രാധാന്യം ഉള്ളതായി കാണുന്നുണ്ട്. അതായത് ആത്മീയതയുടെ ആഴങ്ങൾ തേടിപ്പോകുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു വഴികാട്ടിയായി ദുണ്ഡി ഗണപതി വർത്തിക്കുന്നു. ദുണ്ഡി ഗണപതി ഭാവം സമൂഹത്തിൽ പ്രത്യക്ഷമായി അത്ര പ്രചാരത്തിൽ അറിയപ്പെടുന്നില്ലെങ്കിലും ആത്മീയ ജ്ഞാനം ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ദുണ്ഡി എന്ന പേര് സംസ്കൃതത്തിലെ ദുണ്ട എന്ന വാക്കിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ളതാണ്. തിരയുക എന്നാണ് അതിന്റെ അർത്ഥം. ഇംഗ്ലീഷിൽ ക്വസ്റ്റ് QUEST എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ദുണ്ഡി ഗണപതിയെ പ്രത്യേകിച്ച് ആത്മീയതയുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ആത്മീയതയ്ക്കുള്ള യാത്രയിൽ ജ്ഞാനം തരുന്നവനും വഴികാട്ടിയുമായി വർത്തിക്കുന്നവനായും അറിയപ്പെടുന്നു. ചുവന്ന അദ്ദേഹത്തിന്റെ രൂപത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചുവന്ന നിറത്തോടു കൂടിയ ദുണ്ഡി ഗണപതിയെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യാൻ സഹായിക്കുന്ന ഭാവമായും അതുപോലെ അറിവ് നേടാൻ ഇച്ഛിക്കുന്നവരെ സഹായിക്കുന്ന ഭാവമായും വീക്ഷിക്കുന്നു. ദുണ്ഡി ഗണപതിയുടെ രൂപം ആനയുടെ തലയോടുകൂടിയതും അതുപോലെ വളരെ വലിയ ചെവികൾ ഉള്ളതും കൂടാതെ 4 കൈകളിലായി രുദ്രാക്ഷമാല,
അതുപോലെ രത്നങ്ങൾ നിറഞ്ഞ അക്ഷയപാത്രം, മുറിഞ്ഞ സ്വന്തം കൊമ്പ്, ആയുധമായി മഴുവും ധരിച്ചിട്ടുള്ളതാണ്. ഇതിൽ രുദ്രാക്ഷമാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയത തേടുന്നവർക്ക് സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ച് തടസ്സങ്ങളെ നീക്കാൻ കഴിയുന്ന ഒരു ഉപാധിയായിട്ടാണ് രുദ്രാക്ഷമാലയെ കണക്കാക്കുന്നത്. പിന്നെ രത്നങ്ങൾ നിറഞ്ഞ അക്ഷയപാത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയതയ്ക്കുള്ള ശ്രമങ്ങളുടെ പരിണിത ഫലങ്ങളുടെ നല്ല പ്രതിഫലവും കൂടാതെ ജീവിതത്തിൽ മധുരിക്കുന്ന നല്ല അനുഭവങ്ങളുടെ പ്രതിഫലവും ഉൾക്കൊള്ളുന്ന രത്നങ്ങൾ അടങ്ങിയ അക്ഷയപാത്രം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേതായി പറയുന്നത് സ്വന്തം മുറിഞ്ഞ കൊമ്പ് എന്നുള്ളതാണ്. മുറിഞ്ഞ കൊമ്പ് എന്നുള്ളത് ഈ മുമ്പ് മറ്റു സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ തന്നെ സാധാരണ ഗതിയിൽ എഴുത്താണി എന്ന അറിവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന എഴുത്താണി എന്ന സങ്കല്പത്തിലും എടുക്കാം. അതുകൂടാതെ വേറൊരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ, പുരാണത്തിലെ കഥാപ്രകാരം നോക്കുകയാണെങ്കിൽ, എല്ലാ അറിവുകൾ തികഞ്ഞവൻ ആണെങ്കിലും അവ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുമ്പോൾ മേധയുടെ സ്വതന്ത്ര ചിന്ത ഉപയോഗിച്ച് ഒരു വിലയിരുത്തലിന്റെ ആവശ്യകത സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, വളരെ ചുരുക്കി പറഞ്ഞാൽ, അഹന്താഭാവം എന്ന് ഉണ്ടാകുമോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ മാത്രമേ ആ അറിവ് തികഞ്ഞ അതിന്റെ ഗുണം അവിടെ പ്രത്യക്ഷത്തിൽ വരികയുള്ളൂ എന്നുള്ള അതിനെ സൂചിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഈ മുറിഞ്ഞ കൊമ്പ് സൂചിപ്പിക്കുന്നതെന്ന് വീക്ഷിക്കുന്നത് ഒരർത്ഥത്തിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ നാലാമത്തെ ആയുധമായി മഴു ആണ് പറയുന്നത്. അത് എല്ലാ തടസ്സങ്ങളെയും സ്വന്തം ശക്തി കൊണ്ട് നീക്കം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. അതുകൂടാതെ വേറെ അർത്ഥത്തിൽ പറയുമ്പോൾ മനസ്സിനെ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കാനും മഴുവിനാൽ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ദുണ്ഡി ഗണപതി സാധാരണ തടസ്സങ്ങളുടെ നാശകനായും ആത്മീയത അന്വേഷിക്കുന്നവർക്ക് അവരെ തടസ്സപ്പെടുത്തുന്ന ദുർദേവതയുടെ അന്തകനായും വിവരിക്കപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു കഥ തന്നെയുണ്ട് പുരാണത്തിൽ. ഭൂലോകത്തെ ഋഷിവര്യന്മാരെ രക്ഷിക്കുവാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനുമായി ഭഗവാൻ വിഘ്നേശ്വരൻ അവതാരമെടുത്ത് കഠിന വ്രതത്തിലൂടെയും തപസ്സിലൂടെയും മറ്റും നേടിയ വരത്തെ കൊണ്ട് ലോകത്തെ മുഴുവൻ വിറപ്പിച്ചിരുന്ന ദുണ്ഡിരാസുരൻ എന്ന ഒരു അസുരനെ വധിക്കുവാനായി ഗണപതി ഭഗവാൻ തന്റെ ദുണ്ഡിഭാവം സ്വീകരിച്ച് ധരണിയിൽ അവതരിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം തന്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ദുണ്ഡിരാസുരനെ വധിച്ചതായും പുരാണത്തിൽ പറയുന്നു. ഈ കഥയിലൂടെ ഗണപതി ഭഗവാന്റെ ബുദ്ധിയുമായുള്ള ബന്ധത്തെ വെളിവാക്കപ്പെടുന്നു. അതായത് ഒരാൾക്ക് സ്വയം സ്വായത്തമാക്കിയ വിവരങ്ങളുടെയും വിലയിരുത്തലുകളുടെയും സഹായത്തോടെ തന്നെ തൻ്റെ ജീവിത പ്രതിബദ്ധങ്ങളെ മറികടക്കാൻ കഴിയും എന്നതാണ്. ദുണ്ഡി ഗണപതിയുടെ ആരാധനാ സമ്പ്രദായം എവിടെയും എഴുതപ്പെട്ടതായി ഈ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും ആത്മീയത അന്വേഷിക്കുന്നവർ ചില മന്ത്രസാധനയിലൂടെയും പ്രത്യേക ഭാവത്തെ സങ്കല്പിച്ചിട്ടുള്ള ധ്യാനത്തിലൂടെയും, ധ്യാനം നമ്മൾ പറയേണ്ടതില്ല, അത് പറയുന്നത് ഞാൻ ധ്യാനം നേരത്തെ ചൊല്ലുന്നില്ല. കൂടാതെ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയിലൂടെയും മോദകം, കറുകപ്പുല്ലിൻ മാല സമർപ്പണം എന്നിവയുമായി സാധാരണ നടത്തി വരുന്നു. ഈ പറഞ്ഞ പോലെ വേറൊരു അന്വേഷണത്തിൽ ഈ അക്ഷയപാത്രത്തിന് പകരം മോദകം എന്ന് പറയുന്ന ഒരു ഘടകമായിട്ടാണ് കണ്ടിട്ടുള്ളത്. വിശപ്പിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ വിശപ്പ് ശമിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ടാണ് ഈ പാട്ടവിടെ വരുന്നത്. പ്രത്യേകം പറയാൻ കാരണം, ഇവിടെ ഭക്തർ പ്രധാനമായും തടസ്സങ്ങളെ നീക്കുവാനുള്ള ബുദ്ധിധാരണം അഥവാ ഈ തടസ്സങ്ങളെ നീക്കുവാനുള്ള വഴികാട്ടിയാവണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ തടസ്സങ്ങൾ നീക്കിത്തരണം എന്ന താൽക്കാലിക പ്രാർത്ഥന അല്ല. ശാശ്വതമായി സ്വയം അതിനുള്ള വഴി ആർജിക്കുവാനായാണ് പ്രാർത്ഥിക്കുന്നത്. ഈ കാഴ്ചപ്പാട് ഒരു തത്വചിന്തയിലൂടെ വീക്ഷിച്ചാൽ ദുണ്ഡി ഗണപതി ഭാവം തടസ്സങ്ങൾ പോലുള്ളവ
ആത്മീയതയുടെ ഭാഗമാണെന്നും അത് ബുദ്ധിയും ജ്ഞാനവും ഉപയോഗിച്ച് മറികടക്കണമെന്നുമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇതിലൂടെ ഭക്തർക്ക് ജീവിത പ്രാരബ്ധങ്ങളെ പോസിറ്റീവായി കണ്ട് അതിനെ ഒരു അവസരമായി എടുത്ത് ജീവിതത്തെ വളർച്ചയിലേക്ക് നയിക്കാനാകുന്നു. ഈ ഒരു വസ്തുത തന്നെയാണ് ദുണ്ഡി ഗണപതി ഭാവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഘടകവും. ഇനി ഒരു രത്ന ചുരുക്കം എന്ന നിലയിൽ ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്ത് എല്ലാവർക്കും ചുറ്റിലുമായി നിറഞ്ഞു നിൽക്കുന്ന നിരവധി വെല്ലുവിളികളെ സധൈര്യം നേരിട്ട് അവയെ അവരവരുടെ വളർച്ചയിലേക്കുള്ള ഒരു ഉപാധിയായി ഉപയോഗിച്ചുകൊണ്ട് നല്ല ജ്ഞാനത്തോടെയും നല്ല വ്യക്തതയോടെയും ഉറച്ച മാനസിക ശക്തിയോടെയും സ്വന്തം പ്രതിബദ്ധങ്ങളെ തരണം ചെയ്യാൻ ഭക്തർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. തന്മൂലം ലൗകിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും അവർക്ക് തടസ്സങ്ങളെ വളർച്ചയിലേക്കുള്ള അവസരമാക്കിക്കൊണ്ട് ഒരു സ്വയം തിരിച്ചറിവിന് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. അതുപോലെ എൻ്റെ ഫോണ് കുറേ ദിവസങ്ങളായി ചില സാങ്കേതിക തകരാറുകൾ കാരണം എനിക്ക് ഈ നമ്മുടെ ഗണപതി ഭാവങ്ങളെ പറ്റി ഗുരുനാഥന്റെ അടുത്തു നിന്നുള്ള ക്ലാസ് ഒന്നും തന്നെ ശ്രമിക്കാൻ ആയിട്ടില്ല എന്നുള്ളൊരു ഖേദം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പല സ്ഥലത്തുനിന്നും ആർജിച്ചിട്ടുള്ള ഈ വിവരങ്ങൾ അപൂർണമായിരിക്കാം. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.